Hello, welcome to my channel Homemade. ഹായ്, ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പടവലങ്ങ കൊണ്ടുള്ള പീര വറ്റിച്ചത്. നമ്മൾ സാധാരണ പടവലങ്ങ വെച്ചിട്ട് അവിയലും തോരൻ പിന്നെ മെഴുക്ക് വരട്ടിയത് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഒഴിച്ചു കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പീര വറ്റിച്ചതെന്ന് പറഞ്ഞാൽ ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മീൻ വെച്ചിട്ട് പീര വറ്റിക്കാറുണ്ട്, പിന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കാറുണ്ട് പടവലങ്ങ വെച്ചിട്ട്. അപ്പോൾ ഈ അവിയലിൻ്റെയും പീര വറ്റിച്ചതിൻ്റെയും കൂടെ ഒരു ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് പടവലങ്ങ പീര വറ്റിച്ചതിന്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2 പച്ചമുളക് എടുക്കാം, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി വേണം, പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയത് വേണം, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു 10-15 ചുവന്നുള്ളി പൊളിച്ചത്, ഇത്രയും ചേർത്ത് ഒരു അരപ്പ് ചതച്ചെടുക്കുക. അധികം അരഞ്ഞു പോകാതെ ചതച്ചെടുക്കുക. പിന്നെ നമുക്കിതിനായിട്ട് വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ മുറിച്ച് ഇട്ടിരിക്കുകയാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പടവലങ്ങ വേവിക്കാൻ വെക്കാം. ഞാനൊരു 1/2 കിലോയുടെ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്, 500 ഗ്രാം. അത് നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നീളത്തിൽ നമ്മൾ അവിയലിന് അരിയുന്ന പോലത്തെ സൈസിലെ പീസായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഈ പടവലങ്ങയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനുള്ളത് നമുക്ക് പുറകെ ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക, കുറച്ച് വെള്ളം ചേർക്കുക. ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്താൽ മതി. പടവലങ്ങ നന്നായിട്ട് വെന്ത് കുഴയുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ്, കഷ്ടിച്ച് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഈ ഉപ്പും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പടവലങ്ങയിൽ ഇളക്കി കൊടുത്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചാൽ മതി. പടവലങ്ങ പകുതി വേവാകുന്നത് വരെ വേവിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കത് തുറക്കണം. എന്നിട്ട് പടവലങ്ങയുടെ വേവൊന്ന് നോക്കുക. ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കുമ്പോൾ വിട്ട് വരുന്ന ഒരു പരുവായോ എന്ന് നോക്കുക. അപ്പോൾ പടവലങ്ങ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് തുറന്ന് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതേ പകുതി വേവായിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്. ഒത്തിരി വെന്താൽ അവസാനം ആകുമ്പോഴേക്കും ഒത്തിരി കുഴഞ്ഞു പോവും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പടവലങ്ങയ്ക്ക് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. ഈ അരപ്പിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. പടവലങ്ങയും ആ അരപ്പും പുളിയും എല്ലാം ഉപ്പും എല്ലാം എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പീര പറ്റിച്ചതിന് ആവശ്യത്തിന് തേങ്ങ വേണം കേട്ടോ. തേങ്ങ അധികം കുറഞ്ഞു പോകരുത്. തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. തേങ്ങയും പുളിയും ഉള്ളിയും ഇഞ്ചി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ പീര പറ്റിച്ചതിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. പടവലങ്ങ പകുതി വെന്തിട്ടുണ്ട്. ഇനി അരപ്പും വെന്ത് പടവലങ്ങ ബാക്കിയൂടെ വേകുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ പടവലങ്ങ പാകത്തിന് വെന്തിട്ടുണ്ടാവും, അരപ്പും വെന്തിട്ടുണ്ടാവും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നെ പടവലങ്ങ വെന്ത് കുഴയുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചുകൂടെ വേവിച്ചെടുത്താൽ മതി പടവലങ്ങ. അപ്പോൾ ഒന്ന് കുഴഞ്ഞ് കിട്ടും. എനിക്കിങ്ങനെ തന്നെ പീസ് അതിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് വേവിക്കാത്തത്. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അധികം നേരം ചൂടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ പീര പറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കുക. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.